here we joining with Bijoy Verghese. Hi sir. Hi. So Bijoy Verghese എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ കുറേ വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. ചെറുപ്പം മുതൽ ആക്ടിങ് പാഷൻ അല്ലെങ്കിൽ ബിഹൈൻഡ് ദ ക്യാമറ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു? തീർച്ചയായിട്ടും. എനിക്ക് എപ്പോഴും നമ്മൾ ആദ്യം കണ്ടുകൊണ്ടിരുന്ന ആക്ടിങ്ങിനേക്കാളും പാഷൻ അത് ഒരു മേക്കിങ്ങിനായിരുന്നു താല്പര്യം. പിന്നെ ഞാൻ ഡ്രോയിങ്ങാണ് പഠിച്ചത്, BFA ആയിരുന്നു, ബാച്ചുലർ ഓഫ് ഫൈൻ ആർട്സ്. അപ്പോൾ ആർട്ടിനോടുള്ള താല്പര്യം കാരണം ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ബിഹൈൻഡ് ദ ക്യാമറയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ആക്ടിങ് വലിയ പാഷനായിരുന്നു. അപ്പോൾ അങ്ങനെ ആക്ടിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴും ഞാൻ വേറൊരു സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ സൈഡിലേക്ക് മാറി ആർട്ട് ഡയറക്ഷൻ ചെയ്തു. ആർട്ട് ഡയറക്ഷൻ ഒരു ഏകദേശം ഒരു 30 സീരിയലോളം വർക്ക് ചെയ്തിട്ടുണ്ട്. ബിജോയ് കുറുപ്പുംപടി എന്ന പേരിൽ, നാടിന്റെ പേരാണ്, അങ്ങനെ അറിയപ്പെടാൻ അങ്ങനെയായിരുന്നു. ആ ടൈറ്റിലാണ് ചെയ്തത്. ഇപ്പൊ മോർ ദാൻ 30 സീരിയൽ ചെയ്തെന്ന് പറഞ്ഞു. 30 സീരിയലോളം തമിഴിൽ 2 സീരിയൽ ചെയ്തു. തമിഴ് 2 സീരിയൽ, കത്തി എൻട്രേ രക്തമെൻട്രേ എന്നൊക്കെ പറഞ്ഞ ഒരു സീരിയൽ, വലിയ സീരിയലായിരുന്നു. അത് അതിന്റെ ഡയറക്ഷൻ ഞാനായിരുന്നു. കുറെ എപ്പിസോഡൊക്കെ പോയോ? അത് അൻസാവിഷിന്റെ ആയിരുന്നു. കുറെ എപ്പിസോഡ് പോയി. അതെനിക്ക് തോന്നുന്ന ഒരു ആ സമയത്ത് അന്ന് 50-60 എപ്പിസോഡുകളുടെ സീരിയലുകളാണ് കൂടുതൽ. 98-7 ഒക്കെ കാലഘട്ടമാണ് ഈ 30 സീരിയൽ ചെയ്തെന്ന് പറഞ്ഞു. ഇപ്പോൾ അഭിനയം ഞാൻ 100-ൽ മുകളിലായി. ബിഹൈൻഡ് ക്യാമറയിൽ വർക്ക് ചെയ്ത് 30 സീരിയലുകളും വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ആക്ടിംഗ് ഉണ്ട്. ഫസ്റ്റ് സീരിയൽ ചെയ്ത് കഴിഞ്ഞ് ആക്ട് ചെയ്ത സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് ഡയറക്ഷൻ ചെയ്യുക. ഓക്കെ. അപ്പൊ ഈ ചെയ്ത സീരിയൽസിൽ ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ചെയ്ത സീരിയൽസിൽ ഏറ്റവും സ്പെഷ്യൽ സീരിയൽ, ഭയങ്കര എഫേർട്ട് ഒക്കെ ഇട്ട് ഭയങ്കര കുറച്ച് പണി, അങ്ങനെ ഒരു ഫീൽ ചെയ്ത ഒരു സീരിയൽ? അതെനിക്ക് തോന്നുന്നു ഈ ഫസ്റ്റ് സീരിയൽ തന്നെയായിരുന്നു. ഫസ്റ്റ് സീരിയൽ ഞാനൊരു ആക്ടിങ് ഒരു 5 ഹീറോയിൽ ഒരാളായിട്ട് 5 ഹീറോയിൻസും 5 ഹീറോയും ഒരു കഥയായിരുന്നു. സമയം എന്ന് പറഞ്ഞാൽ ഏഷ്യാനില്. അപ്പൊ അതിന്റെ ഡയറക്ടർ ഞാൻ തന്നെയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ സീരിയൽസിനെ അഭിനയിച്ച അപ്പൊ അന്ന് എന്റെ പേര് അമ്പിളിദേവിയായിരുന്നു. അപ്പോൾ അമ്പിളിദേവി. അപ്പോൾ അമ്പിളിദേവി ഞാനായിരുന്നു അതിനകത്ത് ഇളയ കുട്ടികൾ. മൂത്തത് ഗണേഷ് കുമാർ, ഞങ്ങളുടെ ആത്മയുടെ പ്രസിഡന്റ് ഗണേഷ് കുമാർ സാറായിരുന്നു. അപ്പോൾ അങ്ങനെ തുടങ്ങി ഞങ്ങൾ താഴെ വരെ 5 പെൺകുട്ടികളുടെ കഥയാണ്. ഇളയ കുട്ടി അമ്പിളിദേവിയാണ്. അപ്പോൾ അമ്പിളിദേവിയുടെ പേര് ഞാനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സീൻസ് ആ സമയം എന്നുള്ള സീരിയലിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയായിരുന്നു കോമ്പിനേഷൻ സീൻസ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ചെയ്തത്. കാരണം ഞാൻ അവൈലബിൾ ആയിരുന്നു, മീൻസ് ആ ലൊക്കേഷനിൽ ഞാൻ എപ്പോഴും ഉള്ളതാണ്. ഞാൻ സീരിയലിൻ്റെ ആർട്ട് ഡയറക്ടറും കൂടിയാണല്ലോ. അപ്പോൾ ആ ലൊക്കേഷനിലുള്ളത് കൊണ്ട് നമ്മൾ വെച്ച് എപ്പോൾ വേണമെങ്കിലും അവൈലബിൾ ആണെന്ന് സീൻ ഉണ്ടാക്കാമല്ലോ. പിന്നെ അമ്പിളിയും വന്ന് എന്തോ 9th സ്റ്റാൻഡേർഡ് പഠിക്കുകയാണ്. അപ്പോൾ എപ്പോൾ വിളിച്ചാലും കിട്ടും. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ഏറ്റവും കൂടുതൽ സീൻസ് അതിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഒരു രസകരമായിരുന്നതും ഒക്കെ അത് തന്നെയായിരുന്നു. കാരണം നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലമായുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓടി വന്ന് ഫ്രെയിമിൽ വന്ന് നിൽക്കുക, കട്ട് പറയുമ്പോൾ ഓടിപ്പോയി 1-2 കറക്ഷൻസ് ഒക്കെ ചെയ്യാണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് വീണ്ടും തിരിച്ചു വരിക. നമ്മളെപ്പോഴും ഇങ്ങനെ സെറ്റ് ആവുകയൊക്കെ ചെയ്യും. കുറേ പേര് ഓടി വന്ന് അതൊക്കെ ഇങ്ങനെ ഒപ്പിക്കളഞ്ഞിട്ട് അറിയത്തില്ലല്ലോ. ഡയറക്ടർ നമ്മുടെ വളരെ പേഴ്സണലി ക്ലോസ്ഡ് ആയിട്ടുള്ള സൗഹൃദ ബെൽറ്റിലുള്ളവരാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ഭയങ്കര ഫ്രീഡം ഉണ്ടായിരുന്നു. ബിജു വർഗീസും മിസ്റ്റർ PC വേണുഗോപാൽ അവർ രണ്ടുപേരും കൂടിയാണ് ചെയ്തത്. ബിജുചേട്ടനായിരുന്നു കൂടുതൽ ചെയ്തത്. ബിജു വർഗീസ് ആയിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ ബിജുചേട്ടനും ഞാനൊക്കെ ഒരേ കാലഘട്ടത്തിലാണ് ഈ സ്റ്റാർട്ടിങ്. പുള്ളിയും ഇതുപോലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന സമയത്തായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ് ടൈം. അപ്പോൾ നമ്മളിങ്ങനെ അസിസ്റ്റന്റ് ജോബ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ബിജു വർഗീസ് ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്യണത് ഒരു ടെലിഫിലിമായിരുന്നു. അത് ഒരു ഓണം സ്പെഷ്യൽ ടെലിഫിലിമായിരുന്നു. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന്റെ കുമ്പിളിൽ തന്നെ കഞ്ഞി. അതിന്റെ പ്രൊഡ്യൂസർ എൻ്റെ പ്രൊഡക്ഷൻ ഞാനായിരുന്നു. എല്ലാം ഈച്ച് ആൻഡ് എവരിതിങ്, അതിൻ്റെ ആർട്ട് ഡയറക്ഷനും പ്രൊഡക്ഷനും എല്ലാം നമ്മൾ തന്നെ ചെയ്യും. അപ്പം അന്ന് ഫസ്റ്റ് ബിജു വർഗീസ് ഡയറക്റ്റ് ചെയ്യുന്നൊരു പ്രൊഡക്ഷൻ അതായിരുന്നു. അങ്ങനെ പിന്നെ ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് കുറേ വർക്കുകൾ അങ്ങനെ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അന്ന് മറ്റേ നമ്മുടെ യന്ത്ര മീഡിയ എന്ന് പറഞ്ഞിട്ട് ശ്യാം സുന്ദർ ചെന്നൈയിൽ നിന്ന് വന്ന് അദ്ദേഹമായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ. സ്ത്രീ ജന്മം പുണ്യജന്മം എന്നൊക്കെ ഫിലിം സീരിയലുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സീരിയലായിരുന്നു ഫസ്റ്റ് സീരിയൽ. അങ്ങനെ പിന്നെ യന്ത്ര മീഡിയ കുറേ സീരിയൽസ് ചെയ്തു. യന്ത്ര സോഫ്റ്റ്വെയർ എന്നുള്ള പേരിലായിരുന്നു. സമയം, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ സമയത്തിൻ്റെ ഒരു ടൈറ്റിലിൽ തന്നെ സമയം, ആ മായിലൊരു ക്ലോക്കൊക്കെ അപ്പോൾ അതൊക്കെ ഡിസൈൻ ചെയ്ത് നമ്മളാണ് അങ്ങനെ പെൻഡുലം ടിങ് ടിങ് ഇങ്ങനെ വന്ന്
അപ്പോൾ 9 മണിക്കായിരുന്നു സീരിയൽ. അപ്പോൾ 9ലേക്ക് എത്തുമ്പോൾ സീരിയൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാനന്ന് സീരിയൽസ് ചെയ്യുമ്പോഴും ഇതൊക്കെ കൃത്യമായിട്ട് വരുന്നുണ്ടോന്ന് നമ്മൾ നോക്കുന്നത് ടൈറ്റിൽ വരുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഫസ്റ്റ് നമ്മുടെ സീനായിരിക്കും. അപ്പോൾ അതിലെ ആക്ടിങ്ങിനെയൊക്കെ കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് സിമ്പിളായിട്ട് അങ്ങനെ ചെയ്തു പോകുമായിരുന്നു. അന്ന് എന്തൊക്കെ വേണമെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ തയ്യാറെടുക്കണമെന്നോ അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത് നമ്മൾ നോക്കി കാണുമ്പോൾ ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്തതാണ്. ഇപ്പൊ നമുക്ക് ബലംപിടുത്തം വരും, നമ്മൾ കുറെ കോൺഷ്യസ് ആകുമ്പോഴേ നമുക്ക് അത് നോക്കണം, ഇവിടെ നോക്കണം, മുടി നേരെയാണെന്നോ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുമല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട്. പിന്നെ നല്ല ഒരു ഓർഫൻ ക്യാരക്ടറായിരുന്നു. പിന്നെ ആസ്മ അസുഖം ഉണ്ടായിരുന്നു ആൾക്ക്. അപ്പോൾ അന്ന് എത്രത്തോളം അത് നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് വളരെ ഭംഗിയായിട്ട് ആ സമയത്തൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് എല്ലാവരും കോവർക്കേഴ്സ് എല്ലാവരും ചുഴലി നമ്മൾ പറയില്ലേ ഈ ആസ്മ. അപ്പം നമുക്കൊരു ടെൻഷനൊക്കെ വരുന്ന സമയത്ത് അത് കൂടുതലുണ്ടാവുന്നത്. എന്തെങ്കിലും നമുക്കൊരു ഇഷ്യൂസ് വരുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് ഇങ്ങനെ വീണിട്ട് വായകിടെന്ന് പറയുമ്പോൾ അതൊക്കെ പത വരും. അപ്പോൾ അന്നൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പേസ്റ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് ഇറങ്ങുമ്പോൾ വായ പൊള്ളും. പിന്നെ ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഫസ്റ്റ് സീറ്റിലായിരുന്നു ഞാനൊരു മെയിൻ ക്യാരക്ടർ ചെയ്ത്, സ്ത്രീയിലും ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തു. പക്ഷേ ഒരു നമുക്കൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ എന്ന് പറയുന്നത് സമയത്തിലെ ജോ എന്ന കഥാപാത്രം. ഇപ്പോഴും നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കുറേ അമ്മച്ചിമാരൊക്കെ അല്ലെങ്കിൽ ചേച്ചിമാരൊക്കെ നമ്മുടെ അടുത്ത് ഇരിക്കുന്നവരൊക്കെ അയ്യോ സമയത്തിലെ ജോയല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഭയങ്കര അത്ഭുതം വിചാരിക്കും. കാരണം 26 years ആയി ശരിക്കും. 99-2000 വർക്ക്. അപ്പോൾ ആ ക്യാരക്ടറുടെ പേര് വരെ അത്രയും ആളുകളുടെ മനസ്സിൽ കയറിയിട്ടുണ്ടെന്നുള്ളതാണ്. ജോ. അപ്പോൾ ജോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതാണല്ലോ ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. അതാണ് ഒരു അവാർഡ് എന്ന് പറയുന്നത്. അതാണ് ആളുകളത് കണ്ട് ആ ക്യാരക്ടറായിട്ട് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു സന്തോഷമായിരുന്നു. ഏറ്റവും വലിയ ഗിഫ്റ്റ് അതാണ് ആക്ച്വലി. ഇപ്പോൾ ഒരു ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തിട്ട് ഒരാളാണ്, ഒരു ആക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ടഫ് ആയിട്ടുള്ളത് ഏതാണ് ഈ ഡിപ്പാർട്ട്മെന്റ്? ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ടഫ് ആയിരിക്കും? മറ്റെല്ലാം നമുക്ക് ക്രിയേറ്റിവിറ്റി ഒരു സമയം ശരിക്കും നമ്മൾ ഒരു ക്യാരക്ടർ ഉൾക്കൊണ്ട് അതിനെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. ആ ക്യാരക്ടറിന്റെ സ്കിന്നിലോട്ട് കിടക്കുന്നത് നമ്മുടെ സ്കിന്നിലും ഇപ്പോൾ പറയുന്ന പോലെ നമ്മുടെ നോട്ടത്തിലും നമ്മുടെ ബ്രീത്തിങ്ങിൽ വരെ ആ ക്യാരക്ടറിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നു. ലാൽ സാറിനെ പോലൊന്നും നമുക്ക് പറ്റില്ല എങ്കിൽ പോലും ലാലേട്ടനൊക്കെ നമ്മൾ അതിൻ്റെ ഒരു വലിയൊരു സംഭവമാണല്ലോ, സ്കിന്നിൽ വരെ വരുമല്ലോ. അപ്പോൾ അത് വരുത്താൻ പറ്റുക എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു കഴിവ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോംവർക്കുകൾ ചെയ്യുക, ആ ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്ത് ഓരോ സീൻസ് കഴിയുമ്പോഴും നമ്മൾ ആ ക്യാരക്ടറിലേക്ക് കൂടുതൽ ഇറങ്ങി വരിക. അപ്പോൾ ഒരു സെക്കൻഡ് ഡേ ഒക്കെ വരുമ്പോൾ ഡയറക്ടർ തന്നെ പറയും, ഓക്കെടാ ക്യാരക്ടറായി മിടുക്കൻ എന്നൊക്കെ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ പിന്നെ നമുക്ക് സന്തോഷം. അപ്പോഴും നമ്മൾ നിർത്തരുത്, വീണ്ടും ആ ക്യാരക്ടർ എത്രത്തോളം നമ്മൾ അതിലേക്ക് നമുക്ക് കയറാൻ പറ്റും. നമ്മളെ മറന്നു പോയിട്ട് നമ്മൾ ഒരു സീൻ കഴിഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫോൺ വരും. അപ്പോൾ വീട്ടിലെന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും ചിലപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിജോയി ആകും. മനുഷ്യരെല്ലാവരും അങ്ങനെയാണല്ലോ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ക്യാമറയുടെ മുന്നിൽ ഒന്ന് ലൈറ്റ്സ് ഓൺ പറയുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ ആ ചെയ്യുന്ന ക്യാരക്ടർ ആവാന്നുള്ളൊരു ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, അതാണ് ശരിക്കും ഒരു ആക്ടറിന് വേണ്ടത്. ശരിക്കും അതിനെ ഒരു ജോബായി കാണുന്ന ആൾക്ക് ഭയങ്കര ടഫായിട്ട് തന്നെ ചെയ്യണം. ടഫ് ജോബ് പോലെ തന്നെ അതിനെ അത്രയും ഉൾക്കൊണ്ട് 100% എഫേർട്ട് ഇട്ടാൽ മാത്രമാണ് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ, ഓഡിയൻസിന് ക്ലിക്ക് ആവത്തുള്ളൂ. ആൻഡ് ഇപ്പോൾ കുറേ അന്ന് കാലത്തിൽ സീരിയൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ചലഞ്ചസ് ആണ്. ഇപ്പോൾ ഫാമിലി എല്ലാവരും ഈ ഇൻഡസ്ട്രീനെ പറ്റി ഇപ്പം എന്ന് പറയുന്നത് ഈസിയാണ്, അപ്രോച്ച് ചെയ്യാനാണെങ്കിലും ഇതിൽ ഓൺ ബോർഡ് വരാനാണെങ്കിലും. ഹാർഡ് വർക്ക് ഉണ്ട്, ടാലന്റ് ഉണ്ടെങ്കിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. പക്ഷെ ചാനൽ ഈസിയാണ്. ആ സമയത്ത് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ടൈമാണ്. അവസരങ്ങൾ കണ്ടുപിടിക്കാൻ ഒരുപാട് നടന്ന് ബസ്സിലൊക്കെ കയറിപ്പോയി ചാൻസ് ചോദിച്ചാൽ ഞങ്ങൾ മീഡിയയിലുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പം ഞങ്ങളന്ന് ഒരുമിച്ചൊക്കെ പോയി നടന്ന് വരുന്നുണ്ട്.